വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചക്കക്കുരു മുരിങ്ങയ്ക്ക അവിയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് ചക്കക്കുരു അവിയലാണ് വയ്ക്കാൻ പോകുന്നത്. ഇവിടെ മുരിങ്ങയ്ക്ക കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചക്കക്കുരു ഇങ്ങനെ തൊലി കളഞ്ഞ് വെളിയിലുള്ള വെള്ള തോല് മാത്രം കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാനായി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ, അതിലേക്ക് ജീരകം, മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ചുള്ള 2 ചെറിയ ഉള്ളി, കറിവേപ്പില, വെളുത്തുള്ളി ഇത്രയായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇത് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി അല്പം തൈരും അതുപോലെ തന്നെ വെളിച്ചെണ്ണയുമാണ് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമുക്കിത് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയും ചക്കക്കുരു ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് 1 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി അല്പം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മുരിങ്ങയ്ക്കയും ചക്കക്കുരുവും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചക്കക്കുരു നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. വെള്ളമെല്ലാം പറ്റി നമ്മുടെ ചക്കക്കുരു മുരിങ്ങയ്ക്ക അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മുരിങ്ങക്കോല അധികം ഇളകി പോകാതെ നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ചക്കക്കുരു മുരിങ്ങയ്ക്ക അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചക്കക്കുരു മുരിങ്ങയ്ക്ക അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്.